ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഭാഗ്യം, എല്ലാ നിങ്ങൾക്ക് ഉണ്ടാകുന്ന തോൽവിയെയും എല്ലാ മോശ സാഹചര്യങ്ങളെയും എങ്ങനെയാണ് നിങ്ങളുടെ ഫേവറിൽ കൊണ്ടുവരുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ മനസ്സ് വളരെ ശുദ്ധമാണ്. ഒരു പവിത്രമായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ എത്ര മോശം സാഹചര്യം നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും നിങ്ങൾ അതിനെയെല്ലാം നല്ല സാഹചര്യമാക്കി മാറ്റുന്നു. നിങ്ങൾക്കെപ്പോഴും തോന്നാറുണ്ട് നിങ്ങളുടെ ആ ഒരു വേദന ദൈവം കേൾക്കുന്നുണ്ട് എന്ന്, നിങ്ങളുടെ ആ ഒരു വിളി ദൈവം കേൾക്കുന്നുണ്ട് എന്ന് എപ്പോഴും തോന്നാറുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ ഒരു സിറ്റുവേഷൻ മോശമായി തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യമുള്ളത് കാരണം അവർക്ക് ആ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ കാര്യമായിട്ട് ബാധിക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻ ബാധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അതിൽ നിന്ന് വിഷമോ അനുഭവിക്കേണ്ടി വരും. കുറച്ച് സമയം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ കിടന്ന് വിഷമിക്കുക. അതിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കി പുറത്ത് വരുന്നത് നിങ്ങൾ. പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല, നിങ്ങൾക്കും അവർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് നിങ്ങൾ പറയും, നിങ്ങളുടെ ആ ഒരു വിഷമം ദൈവം കേൾക്കും. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പറയും, ദൈവമേ ഇനി എനിക്ക് വയ്യ സഹിക്കാൻ, അത്രമാത്രം വിഷമം ഞാൻ സഹിച്ചു, ഇനിയും എൻ്റെ ലൈഫിലെല്ലാം മോശമായിക്കൊണ്ടിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും, ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല എനിക്ക്. അങ്ങനെയൊക്കെ ചില ആൾക്കാർ ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ലൈഫിൽ പല സിറ്റുവേഷനും നിങ്ങളുടെ ഫേവറിൽ വരുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ വേദന ദൈവം കണ്ടു. അതിന് ശേഷമാണ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ഫേവറിൽ വരുന്നത്. ഇങ്ങനെ സിറ്റുവേഷൻ നിങ്ങളുടെ ഫേവറിലാവുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം സഹിക്കേണ്ടി വരത്തില്ലായിരുന്നല്ലോ ദൈവമേ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അപ്പോൾ വരും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള കാർമിക്കായിട്ടുള്ള പാറ്റേൺസ് ഉണ്ട്, കാർമിക് സൈക്കിൾസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് അനുഭവിച്ചിട്ട് മാത്രമേ പുറത്തു വരാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും പവിത്രമായിട്ടുള്ള ഒരു ആത്മാവാണ് എങ്കിൽ ഉറപ്പായിട്ടും ദൈവം നിങ്ങൾക്ക് നഷ്ടം വരുവാൻ അനുവദിക്കത്തില്ല. എങ്ങനെയെങ്കിലും നിങ്ങളെ കരകയറ്റുക തന്നെ ചെയ്യും. നിങ്ങളായതുകൊണ്ട് മാത്രമാണ് ഇത്രയും മോശം സാഹചര്യം അനുഭവിച്ചത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരിക്കലും അവരെ കൊണ്ട് ഇത് അനുഭവിക്കാൻ സാധിക്കത്തില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സും ഹൃദയത്തിലും ഉള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്നത്, വീണ്ടും എനിക്ക് നല്ലൊരു ജീവിതം തുടങ്ങാൻ സാധിക്കും. കാരണം എൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും മാറി എല്ലാം പഴയതുപോലെ ആവാൻ തുടങ്ങിയിരിക്കുകയാണ്. നല്ല ഒരു സന്തോഷം വരാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും വളരെ സന്തോഷത്തോടെ. അങ്ങനൊരു ഹോപ്പ് നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അത് നമ്മൾക്ക് ഒരു കാര്യം തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ആ ഒരു മോഡിൽ നമ്മൾ വന്നാൽ മാത്രമേ ദൈവം അത് തരികയുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു സന്തോഷം സ്വീകരിക്കാനുള്ള ആ ഒരു മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ദൈവം ആ ഒരു സന്തോഷം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്കിപ്പോഴും ദൈവത്തിനോട് ചില പരാതികളും പരിഭവങ്ങളും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ആ പരിഭവങ്ങളും പരാതികളും എല്ലാം ദൈവം വരാൻ പോകുന്ന സമയം മാറ്റി തരുന്നതാണ്. നിങ്ങൾ സന്തോഷത്തോടെ ഹോപ്പ്ഫുള്ളായിട്ടൊരു ജീവിതം ജീവിക്കാൻ തുടങ്ങിക്കോളൂ. കാരണം നിങ്ങൾ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും വളരെ പവിത്രമായിട്ടുള്ള ശുദ്ധ ആത്മാവാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ ആൾക്കാർ വകവയ്ക്കാതെ നിങ്ങളെ പലപ്പോഴും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം നോക്കുകയാണെങ്കിൽ ഒരു തേങ്ങയുടെ പുറം ഭാഗം ഉണ്ടാവത്തില്ല, അതേപോലെ വളരെ കഠോരമായിരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ പഴയ ആ ഒരു വ്യക്തി തന്നെയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൃദയവും മനസ്സുള്ള ഒരാൾ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ആൾക്കാരടുത്ത്, നിങ്ങളെ സ്നേഹിക്കുന്നവരടുത്ത് പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹമാണ് കാണിക്കുന്നത്. പുറമേ ഉള്ളവരുടെ അടുത്ത് പ്രത്യേകമായിട്ടുള്ള സ്നേഹം. അതായത് രണ്ട് മുഖമുണ്ട് നിങ്ങൾക്ക്. നിങ്ങളെ സ്നേഹിക്കുന്നവരോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം കൊടുക്കുന്നു അവർക്ക് തിരിച്ച്. പുറമേ ഉള്ള വ്യക്തികൾക്ക് അതിൻ്റേതായ ആ ഒരു പരിഗണന നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് നോർമലായിട്ടുള്ള കാര്യമാണ്. കാരണം പുറമേ ഉള്ളവരുടെ അടുത്ത് നമ്മൾ കൂടുതലായിട്ട് ഇമോഷൻസ് കാണിക്കത്തില്ല. നമ്മളെ സ്നേഹിക്കുന്ന നമ്മളുടെ സ്വന്തം ആൾക്കാരുടെ അടുത്ത് നമ്മൾ കൂടുതൽ ഇമോഷൻസ് കാണിക്കും. നെക്സ്റ്റ്, നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ഐഡിയ ഉണ്ട്. ആ ഒരു ഐഡിയ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ സക്സസ് ആകുമോ എന്നുള്ള ആ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നുണ്ട് ദൈവത്തിനോട്. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾ പ്രാവർത്തികമാക്കാനാണ് ഡിവൈൻ പറയുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്ന ആ ഒരു കരച്ചിൽ, ഹൃദയത്തിൽ നിന്ന് വന്ന ആ കരച്ചിൽ ഡിവൈനെ ഒത്തിരി വിഷമിപ്പിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവാൻ പോകുകയാണ്. അത് വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാലെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്.
നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ പവർഫുള്ളായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മുന്നേ തന്നെ അറിയാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ഒരു കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ചു, കുറച്ച് കഴിയുമ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വിചാരിച്ചതാണല്ലോ, പക്ഷേ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിലേക്ക് അത് വന്നല്ലോ എന്ന്. ചില സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷനും നിങ്ങളെ തെറ്റായി ഗൈഡ് ചെയ്യുന്നു. അതായത് ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ ചിലപ്പോൾ തെറ്റ് പറ്റും. നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തി നല്ലതാണ്, ആ വ്യക്തി മോശമായിരിക്കുന്നു. പക്ഷെ ആ അറ്റ് എ ടൈം നിങ്ങൾക്ക് പരിണാമം ലഭിക്കും, നിങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി, അങ്ങനെയും സംഭവിക്കാറുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ പവർഫുള്ളാണ്, പക്ഷെ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ കൂടുതൽ നോട്ടീസ് ചെയ്യുന്നുമില്ല. മുമ്പ് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ളവർ പറയുന്ന എല്ലാം വിശ്വസിക്കുക, അവരുടെ വാക്കുകളിൽ വീണു പോകും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. അവർ പറയുന്നത് എത്ര ഞാൻ വിശ്വസിക്കണം, എത്ര അതിൽ കള്ളത്തനമുണ്ട്, എത്ര സത്യമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇത്രത്തോളം പവർഫുൾ ആക്കിയത് ഡിവൈൻ്റെ ആ ഒരു ഇടപെടൽ കൊണ്ടാണ്. കാരണം നിങ്ങൾ ഒത്തിരി മറ്റുള്ളവരുടെ ആ ഒരു വലയിൽ വീണ് ഒത്തിരി സഹിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇത്രത്തോളം പവർഫുൾ ആക്കിയത് ഡിവൈൻ. കാരണം ഇനിയെങ്കിലും നിങ്ങൾ മറ്റൊരാളുടെയും ചതിക്കുഴിയിൽ പോയി വീഴാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. മുന്നേ നിങ്ങൾക്കാണെങ്കിൽ ഡാർക്ക് കളറായിരുന്നു കൂടുതൽ ഇഷ്ടം, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ലൈറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഡാർക്ക് കളർ മൊത്തമായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. ഡാർക്ക് കളർ നിങ്ങൾ യൂസ് ചെയ്യും, പക്ഷേ കൂടുതലും ലൈറ്റ് ഷെയ്ഡാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കളറിനെ കുറിച്ചുള്ള കാര്യത്തിലും നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് കോൺഫിഡൻസ് ആയിരിക്കുകയാണ്. ഏത് കളറാണ് എനിക്ക് ചേരുന്നത്, ഏത് കളറാണ് എനിക്ക് ഇടേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വയം നിങ്ങളെ ഒന്ന് അവലോകനം ചെയ്ത് നോക്കുക. ഇന്ന് പോലെയാണോ നിങ്ങൾ ഇതിന് മുന്നേ, അതായത് 2 വർഷം മുന്നേയൊക്കെ നിങ്ങൾ എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നിങ്ങളൊന്ന് അവലോകനം ചെയ്ത് നോക്കുക. ഒത്തിരി മാറ്റങ്ങൾ നിങ്ങളിൽ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ 10 വർഷത്തിന് മുന്നേ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്തായിരുന്നു, ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് നിങ്ങളൊന്ന് നോക്കുക. ഇനി നിങ്ങൾ നോക്കുക, 4 വർഷം മുന്നേ, 2 വർഷം മുമ്പേ, 5 വർഷം മുമ്പേ, 10 വർഷം മുമ്പേയൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന പരിവർത്തനം എന്തൊക്കെയായിരുന്നു എന്ന്. അതായത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ പരിവർത്തനങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നതെന്ന് നിങ്ങൾ നോട്ടീസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ എന്ത് നല്ല മാറ്റങ്ങളാണ് വന്നത് എന്ന്. നിങ്ങളുടെ സ്വഭാവത്തെ തന്നെ മാറ്റുവാൻ ഈ ഒരു മാറ്റം കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചു. നിങ്ങളുടെ ആ ഒരു ജീവിതമാകുന്ന ആ ഒരു വണ്ടി ഓട്ടിക്കുന്നത് ഈശ്വരനാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾ ഭഗവാനോട് നന്ദി പറയുക. നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ആക്ഷൻ എടുത്താലും, എന്ത് തീരുമാനമെടുത്താലും ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണം നിങ്ങൾക്കുണ്ട്. എവിടെയാണോ നിങ്ങൾ സ്റ്റക്ക് സിറ്റുവേഷൻ അനുഭവിക്കുന്നത്, അവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ട് ലഭിച്ച ആ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിലോ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഡൗട്ടിൽ നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഡിവൈൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് ആക്ഷൻ എടുത്ത് പുറത്ത് വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പേടി, സെക്യൂരിറ്റി ഉണ്ടോ നിങ്ങളുടെ ലൈഫിന്, നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ആണ് എങ്കിൽ സേഫാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും സേഫാണ്, സെക്യൂരിറ്റി ഉണ്ട് നിങ്ങളുടെ ലൈഫിന്. മുന്നോട്ട് പോയിട്ട് നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുന്നതാണ്. അതായത് നിങ്ങൾ വിചാരിച്ച് എടുത്ത ആ ഒരു ആക്ഷൻ നിങ്ങളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഫേവറായിട്ടല്ല പോകുന്നത് എങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഒറ്റ ആക്ഷൻ, ഡിവൈൻ്റെ സപ്പോർട്ട് കൂടി നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഒറ്റ ആക്ഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കാൻ പോകും. നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നും. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ പല തീരുമാനങ്ങളും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച്, നിങ്ങളുടെ മൈൻഡ് എന്താണോ നിങ്ങളോട് പറയുന്നത് അതനുസരിച്ചാണ് എടുക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ പല പ്രശ്നങ്ങൾക്കും രഹസ്യമായിട്ടുള്ളൊരു വഴി കണ്ടുപിടിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. അത് വലിയൊരു നല്ല സ്വഭാവമാണ്. മറ്റുള്ളവരൊന്നും അറിയാതെ നിങ്ങൾക്ക് രഹസ്യമായിട്ടൊരു വഴി അറിയാം. ഇന്ന വഴിയിൽ കൂടെ പോയാൽ എനിക്ക് ലാസ്റ്റ് സക്സസ് ലഭിക്കും. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഉണ്ട് എന്നാണ് റീഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്.
ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ സിറ്റുവേഷനും ദൈവം നിങ്ങളുടെ ഫേവറിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇവിടെ സിറ്റുവേഷൻസ് ഉണ്ടായത് പോലും നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി, പക്ഷേ ആ സിറ്റുവേഷൻ പോലും നിങ്ങളുടെ ഫേവറിൽ വന്നത് ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പരിവർത്തനം വരുമ്പോൾ നിങ്ങൾക്ക് 369, 339, 669, 99 നമ്പർ കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്. പക്ഷേ ഇനിയും ഞാൻ ഈ ഒരു സിറ്റുവേഷൻ കണ്ട് ഓടിപ്പോയാൽ ഈ ഒരു സിറ്റുവേഷൻ ഇതിനപ്പുറമായിട്ട് എൻ്റെ പിറകെ വരും. അതിനെ കാട്ടി നല്ലത് ഞാൻ ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നതാണ്. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഫേസ് ചെയ്യാൻ ഒരു ധൈര്യമുണ്ട് നിങ്ങൾക്കിപ്പോൾ. നിങ്ങൾ നല്ല കർമ്മമാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ ആ ഒരു റിസൾട്ടും നല്ലതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവ് ചിന്തകളും നെഗറ്റിവിറ്റി എല്ലാം കളയുക നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ വളരെ നല്ലതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് ആദ്യം കളയുക. നിങ്ങളുടെ വിഷ് വളരെ പെട്ടെന്ന് പൂർണ്ണമാകുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നിങ്ങളൊരു വിഷ് ദൈവത്തിനോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾക്ക് ഒരു ഡൗട്ടായിരിക്കും, ഇത് നടക്കുമോ. അതാണ് പറയുന്ന ഇലൂഷൻ, നെഗറ്റിവിറ്റി. ആ ഒരു ഇലൂഷൻ നെഗറ്റിവിറ്റിയും നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ വരികയാണ്. അത് മാറ്റാനാണ് ഏഞ്ചൽസും ഡിവൈനും പറയുന്നത്. എന്താണോ ആഗ്രഹം അതിൽ ഒരിക്കലും ഡൗട്ട് വരാൻ പാടില്ല. അത് നടക്കും എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നെഗറ്റീവ് തോട്ട്സ് വരുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് തൃപ്തി വരാതിരിക്കുന്നത്, ഇതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിൽ എപ്പോഴും ഒരു സന്തോഷം വയ്ക്കൂ, സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ എന്താണോ നല്ലത് പറയുന്നത്, എന്താണോ നിങ്ങൾക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുന്നത്, അത് നല്ലതായിട്ട് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നല്ല ഭാവം മാത്രം വയ്ക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നത് നല്ലതായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി നല്ലത് മാത്രം ചിന്തിക്കാനും പറയാനും. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ ഈ വ്യക്തിയെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ ഞാനെന്ന്. അപ്പോൾ പെട്ടെന്ന് സഡനായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ കൺമുന്നിൽ വരും. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ്റെ പവർ ഉള്ളത് കൊണ്ടാണ്. ഇവിടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്താണ് ഫലിക്കാത്തതിനെന്നുള്ള മെയിൻ റീസൺ ഇതാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഫലിക്കുന്നു. നിങ്ങൾ ചുമ്മാ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമ്പോൾ അത് നടക്കുന്നു. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതായത് ദൈവത്തിൻ്റെ അടുത്ത് പോയി ചിന്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നടക്കുന്നില്ല. കാരണം അവിടെ നെഗറ്റിവിറ്റി ഉണ്ടാകുന്നു, ഇലൂഷൻ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു നെഗറ്റിവിറ്റി എടുത്ത് കളയണമെന്ന്. നിങ്ങൾ ഇവിടെ മാനസികമായിട്ടൊരു ശാന്തി നിങ്ങൾക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോയിട്ട് സക്സസ് നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് പേടിക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ നെഗറ്റീവ് ചിന്ത മാറ്റുക. എന്നിട്ട് പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളെയും ചിന്തിക്കുക. കൂടാതെ എന്ത് വിഷാണോ നിങ്ങൾ ചെയ്യുന്നത് അതിലൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. ഇനി ആ ഒരു പേടി മനസ്സിൽ നിന്ന് കളയുക നിങ്ങൾ. ഇവിടെ ഇതിനെല്ലാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മാനസികമായിട്ടൊരു ശാന്തി നിങ്ങൾ കൊണ്ടുവരിക നിങ്ങളുടെ ലൈഫിൽ. മാനസികമായിട്ട് ശാന്തി നിങ്ങൾക്ക് കൈവരിക്കണമെങ്കിൽ നിങ്ങൾ വൈറ്റ് കളറിലുള്ള വസ്ത്രങ്ങൾ കൂടുതലായിട്ടും ധരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.